ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. വളരെ എളുപ്പവുമാണ് ചെയ്യാൻ, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് ഹൽവയാണ്. അതിന് കൂടി വാനില ഐസ്ക്രീം നല്ലൊരു കോമ്പിനേഷനാണ്. എന്നാൽ പിന്നെ സമയൊട്ടും കളയേണ്ട, നമുക്ക് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ലിറ്റർ പാല്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ഒരു 100 ഗ്രാം, 50 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് ഒരു 50 ഗ്രാമും പിന്നെ അല്പം ഏലക്കാപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല നേർപ്പിച്ചെടുക്കണം ക്രേറ്റ് ചെയ്ത്. എന്നിട്ട് ഒരു 50 ഗ്രാം നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് നമുക്കതിൽ എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഗോൾഡൻ കളർ ആവണ്ട, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ സെയിം നെയ്യിൽ തന്നെയാണ് ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. നമുക്ക് ആ നെയ്യിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്താ നോക്കി, നമ്മൾ 1/2 കിലോ ക്യാരറ്റ് ക്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നിയതാ നോക്കി. ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തപ്പോൾ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയാണെന്ന് ആരും വിചാരിക്കേണ്ട. 1/2 കിലോ എടുത്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 50 ഗ്രാം നെയ്യും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഹൽവയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറച്ച് സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കിയാൽ മാത്രം മതി, അടിയിലൊന്നും പിടിക്കില്ല. നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ വഴറ്റി കൊണ്ടിരുന്നാൽ മതി. നോക്കി, നമ്മുടെ പാലൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് പലഹാരവും എന്ത് ഫുഡായിക്കോട്ടെ, അല്പം ഒരു ഉപ്പ് ചേർന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ്, മധുരമാണെങ്കിലും എന്ത് ടേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ പെർഫെക്റ്റ് രുചി നമുക്ക് കിട്ടണമെങ്കിൽ ഉപ്പ് തന്നെ ചേർക്കണം. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഒരു 100 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാം മിൽക്ക് മെയ്ഡും അതിൻ്റെ ഒപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, ഇത് മാത്രമാണ് നമ്മൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയമാണെങ്കിലും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ ഒരു അല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കാണുന്നത്. അത് കുറച്ച് നേരവും കൂടി ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് മാറിക്കോളും. നോക്കി, നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു തിക്ക് പരിവമായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ് ക്യാരറ്റ് ഹൽവ. നോക്കി, ആ വെള്ളത്തിൻ്റെ ആ മയമൊക്കെ മാറി നല്ല തിക്കായി വരുന്നിട്ടുണ്ട്. എന്നാലും ഇത്രയും നല്ല പാകം നന്നായിട്ട് വിട്ട് വന്നം. നമ്മൾ ഹൽവയിലെ തയ്യാറാക്കുന്നത് ആ പാത്രത്തിൽ നിന്ന് നല്ല രീതിയിൽ വിട്ട് വന്ന വരെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നോക്കി, ഒരു അല്പം പോലും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഞാനെന്നാൽ ഫുൾ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. എന്നാൽ പോലും നല്ല ചുവട് കട്ടിയുള്ള പാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ ഹൽവയൊക്കെ തയ്യാറാക്കുമ്പോൾ. നോക്കി, ഒരു തരി പോലും അടിയിൽ പിടിച്ചിട്ടില്ല. അത് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട്, ക്യാരറ്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളാണ്. ഈ സമയത്ത് ഒരല്പം ഏലക്കാപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഡിഷ് ചൂടോടുകൂടി സെർവ് ചെയ്താലും ടേസ്റ്റാണ്. അതേപോലെ നന്നായിട്ട് കൂളാക്കിയതിന് ശേഷം സെർവ് ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതുതായി ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.